നമസ്കാരം. ഏവർക്കും ഡെയിലി ന്യൂസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇത് ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ 14 ഗെറ്റ് ഡെത്ത് പെനാൽറ്റി ഫോർ കേരള ബി.ജെ.പി മാൻസ് മർഡർ എന്നുള്ള ആർട്ടിക്കിളാണ്. ഒരു പക്ഷേ ഇന്നലത്തെ ഈവനിംഗ് ന്യൂസിനകത്തൊക്കെ തന്നെ ഈ ഒരു ആർട്ടിക്കിൾ ഈ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇത്തരം ഒരൊറ്റ കേസിലൂടെ 14 ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി വധശിക്ഷ കിട്ടുന്ന എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനെ പറ്റിയിട്ട് നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യേണ്ടത്. കൃത്യമായിട്ടും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പോയിന്റുകൾ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇന്നലെ ഈ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാവും. ഈ ഒരു ഡെത്ത് പെനാൽറ്റി വിധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കര അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ടാണ്. ഓക്കെ, അതായത് ഡെത്ത് പെനാൽറ്റി അഥവാ വധശിക്ഷ വിധിക്കാനായിട്ട് ഇവിടെ ഈ പറഞ്ഞ ഒരു അധികാരമുള്ളത് സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കും ഇനി ലോവർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോർട്ടുകൾക്കും അതിനുള്ള അധികാരമുണ്ട്. ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡിസ്ട്രിക്ട് കോടതികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഡിസ്ട്രിക്ട് സിവിൽ കോർട്ടെന്നും അതേപോലെ സെഷൻസ് കോർട്ടും. ഇപ്പോൾ ഈ വാർത്തയിൽ വന്നിരിക്കുന്നത് ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടാണ്. അതായത് ക്രിമിനൽ കേസുകൾ ഈ പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യാനായിട്ട് ഇതുള്ള കോടതികളാണ് ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ട്. അതേ സാഹചര്യത്തിൽ സിവിൽ കേസുകൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഭൂമി തർക്കങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികളാണ് ഡിസ്ട്രിക്ട് ലെവലിലെ ഡിസ്ട്രിക്ട് ലെവലിലെ സിവിൽ കോർട്ട് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള കാരണം ഡിസ്ട്രിക്ട് കോർട്ടിലെ ഈ പറഞ്ഞ പോലെ സെഷൻസ് കോർട്ടിനകത്ത് ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടിന് ആ ഒരു ഡെത്ത് പെനാൽറ്റി വിധിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, ഈ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി വിധിക്കുന്ന ഈ ഡെത്ത് പെനാൽറ്റി ആരും കൂടെ ശരിവെക്കണം, ഹൈക്കോടതി ശരിവെക്കണം. ഹൈക്കോടതി അത് ശരിവെച്ചെങ്കിൽ മാത്രമേ ഉള്ളത് യഥാർത്ഥമായിട്ട് ഈ പറഞ്ഞ പോലെ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം ഡെത്ത് പെനാൽറ്റി 3 കോടതികൾക്ക് നമുക്ക് വിധിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അതേപോലെ ഡിസ്ട്രിക്ട് കോർട്ട്. ഡിസ്ട്രിക്ട് കോർട്ടിൽ ആർക്കാണ് കൃത്യമായിട്ട് അതിനകത്ത് അധികാരമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു കോടതിയും കൂടി ഉണ്ട്, ഡിസ്ട്രിക്ട് സിവിൽ കോർട്ടുണ്ട്. പക്ഷേ സിവിൽ കോടതികൾ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ മാറ്റേഴ്സ് അല്ല കൈകാര്യം ചെയ്യുന്നത്, സിവിൽ കേസുകളാണ് അവർ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വാർത്ത വന്നിരിക്കുന്നത് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ആ ഒരു ജഡ്ജ്മെന്റ് ഇനി ആരും കൂടെ ശരിവെക്കണം, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ കേരള ഹൈക്കോടതിയും കൂടെ അത് ശരിവെക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ആ ഒരു കേസ് ഈ പറഞ്ഞ ആ വിധി ഈ പറഞ്ഞ പോലെ ഓക്കെ ആവും എന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എസ്പെഷ്യലി എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഈ ഡെത്ത് പെനാൽറ്റി തന്നെയാണ് ഓൾറെഡി ഈ പറഞ്ഞ നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന രീതിയിലും പറയപ്പെടുന്നത്. ആൻഡ് ഈസ് സെന്റൻസ് ടു ഡെത്ത് ആഫ്റ്റർ കൺവിക്ഷൻ ബൈ കോർട്ട് ഓഫ് ലോ ഓഫ് എ ക്രിമിനൽ ഓഫൻസ്. എന്തെങ്കിലും ഈ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പൊതുവിൽ കോടതികൾ കൊടുക്കാറുള്ളത്. സച്ച് ആസ് മർഡർ, റേപ്പ്, ട്രിസൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹീനിയസ് ആയിട്ടുള്ള റയറസ്റ്റ് ഓഫ് ദ റയർ കേസുകളിലൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കോടതി എന്ത് കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള ഡെത്ത് പെനാൽറ്റി ആണെങ്കിലും അവാർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ അഭിപ്രായങ്ങൾ വരാറുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ചിലർ ഈ പറഞ്ഞ പോലെ അതിനെ ഒപ്പോസ് ചെയ്തും പറയാറുണ്ട്, ചിലർ അതിനെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തും പറയാറുണ്ട്. അപ്പോൾ ആ രണ്ട് വാദഗതികൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്, GS പേപ്പർ 2 പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ആ ഒരു ഡെത്ത് പെനാൽറ്റിയുടെ ഒപ്പോസിഷൻ അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയിലെ നമ്മുടെ ആ ഒരു IPC ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ ക്രിമിനൽ CRPC IPC പീനൽ കോഡ്, അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ പ്രൊവിഷൻസിനകത്താണ് നിലവിൽ ഈ ഡെത്ത് പെനാൽറ്റിയെ കുറിച്ചിട്ട് പരാമർശിക്കുന്നു, ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കേസുകളും കാര്യങ്ങളും ഒന്ന് രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിച്ചു വെക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നറിയപ്പെടുന്ന ഡെത്ത് പെനാൽറ്റിയാണ്. റയറസ്റ്റ് ഓഫ് ദ കേസുകളിലാണ് ഇത് അവാർഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഓർത്തിരിച്ചേക്കാം. ഇതിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്ന ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഡെത്ത് പെനാൽറ്റിയാണ്. എന്തുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി വേണമെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പോയിന്റ് ആണ് റിട്രിബ്യൂഷൻ. അതായത് വൺ ഓഫ് ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് റിട്രിബ്യൂഷൻ ഈസ് ദാറ്റ് പീപ്പിൾ ഷുഡ് ഗെറ്റ് വാട്ട് ദേ ഡിസർവ് ഇൻ പ്രൊപ്പോർഷണൽ ടു ദ സിവിയറിറ്റി ഓഫ് ദെയർ ക്രൈം. അതായത് എന്ത് കുറ്റമാണോ ആൾ ചെയ്തത് ആ കുറ്റത്തിന് തക്കതായിട്ടുള്ള പണിഷ്മെന്റ് ആൾക്ക് കിട്ടണം എന്ന രീതിയിലുള്ള ഒരു പോയിന്റ് ആണ് റിട്രിബ്യൂഷൻ. അപ്പോൾ റിട്രിബ്യൂഷൻ ആവശ്യമാണ് എന്ന് പറയുമ്പോഴാണ് ഈ ഡെത്ത് പെനാൽറ്റിയും ഈ പറഞ്ഞ പോലെ ഫേവർ ചെയ്തുകൊണ്ട് പോയിന്റ് പറയുന്നത്. കാരണം ഹീനിയസ് ആയിട്ടുള്ള ക്രൈംസിനാണ് ഇത് അവാർഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, സച്ച് ആസ് മർഡറുകൾ, അതേ പറഞ്ഞ പോലെ റേപ്പ് കേസുകൾ, എസ്പെഷ്യലി മൈനർ റേപ്പ്, ഈ പറഞ്ഞ പോലെ പോക്സോ കേസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും റേപ്പ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഈ കേസുകൾ റയറസ്റ്റ് ഓഫ് ദ കേസുകളിലൊക്കെയാണ്, ഹീനിയസ് ആയിട്ടുള്ള കേസുകളിലാണ് ഈ ഒരു ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു അവർ ചെയ്ത ക്രൈമിന് തുല്യമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു ശിക്ഷ, ഒരു പണിഷ്മെന്റ് അവർക്ക് കിട്ടണം എന്നുള്ളൊരു പോയിന്റ് വെച്ച് റിട്രിബ്യൂഷനെ വെച്ചിട്ട് അതിന് ഫേവർ പോയിന്റ് ആയിട്ട് പറയാം. രണ്ടാമതാണ് ഡിറ്ററൻസ് എന്ന് പറയുകയാണെങ്കിൽ ദ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈസ് ഓഫൺ ജസ്റ്റിഫൈഡ് വിത്ത് ദ ആർഗ്യുമെന്റ് ദാറ്റ് ബൈ എക്സിക്യൂട്ടിംഗ് കൺവിക്റ്റഡ് മർഡേഴ്സ് വി വിൽ ഡിറ്റർ വുഡ് ബി മർഡറേഴ്സ് ഫ്രം കില്ലിംഗ് പീപ്പിൾ. അതായത് ഒരു താക്കീത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തിനാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, ഇത്തരത്തിലുള്ള ക്രൈമുകൾ നിങ്ങളിൽ ആരെങ്കിലും നാളെ ഈ പറഞ്ഞ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടാൻ പോകുന്ന ശിക്ഷാവിധി ഈ പറഞ്ഞ പോലെ പണിഷ്മെന്റ് ഇത് തന്നെയാണ് എന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന് ഒരു ഇൻഫർമേഷൻ ബേസിക്കലി കൊടുക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റിലൂടെ ഡിറ്ററൻസ്, ഇങ്ങനെയുള്ള ക്രൈമുകൾ ഇനി ആരും ആവർത്തിക്കാതിരിക്കാനും ഈ പറഞ്ഞ ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്ന രീതിയിലേക്ക്
ഫേവറബിൾ പോയിന്റ് ആയിട്ട് പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഓർത്തിരിക്കണം. പിന്നെ അതിനകത്ത് മറ്റൊരു പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ഓഫൺ ആർഗ്യൂഡ് ദാറ്റ് ദ ഡെത്ത് പെനാൽറ്റി പ്രൊവൈഡ്സ് ക്ലോഷർ ഫോർ വിക്ടിംസ് ഫാമിലീസ്. വിക്ടിമിന്റെ ഫാമിലിക്ക് നീതി കിട്ടുന്നതും ആ ഒരു പോയിന്റ് വെച്ചിട്ടും ഡെത്ത് പെനാൽറ്റിയെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ആർഗ്യുമെന്റ്സ് ഇൻ അഗെയിൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി. ഡെത്ത് പെനാൽറ്റിയുടെ എതിരായിട്ട് പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസസ് ഡസ് നോട്ട് കൺഫേം ദാറ്റ് ഡിറ്ററൻസ് വർക്ക്സ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, ആ ഒരു ഡിറ്ററൻസിന്റെ പോയിന്റ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് ഈ ഡെത്ത് പെനാൽറ്റികൾ സഹായിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഇവിടുത്തെ കണക്കുകൾ, ഗവൺമെന്റ് ലെവലിലുള്ള കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, റേപ്പ് കേസുകളിലും ഈ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി കോടതികൾ കൊടുക്കാറുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ റേപ്പുകളുടെ ഈ പറഞ്ഞ പോലെ നമ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറവ് കാണുന്നില്ല. മീൻസ് അത് ഈ പറഞ്ഞ പോലെ വർദ്ധിക്കുന്ന പോയിന്റുകൾ, അങ്ങനത്തെയുള്ള ചില കാര്യങ്ങളും കാണുന്നുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസസ് ഡസ് നോട്ട് കൺഫേം ദാറ്റ് ഡിറ്ററൻസ് വർക്ക്. അപ്പോൾ ആ തൊട്ടും നമ്മൾ പറഞ്ഞ ആ ഒരു ഡെത്ത് പെനാൽറ്റിക്ക് ഈ പറഞ്ഞ പോലെ ഫേവറബിൾ ആയിട്ടുള്ള ഡിറ്ററൻസ് എന്നുള്ളൊരു പോയിന്റ് ഇപ്പോൾ നടപ്പാകുന്നില്ല എന്നുള്ളൊരു പോയിന്റും വെച്ചിട്ടും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയപ്പെടാറുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ, റേപ്പ് കേസുകളുടെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം റേപ്പ് കേസുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യാം എന്നുള്ള കാര്യം IPC, ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 376A കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ക്രൈമുകൾ തടയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും ഡെത്ത് പെനാൽറ്റി കൊണ്ട് ഒന്നും ഈ പറഞ്ഞ പോലെ എഫക്റ്റീവ് ആകുന്നില്ല എന്നുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് പറയുന്നതാണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് എക്സിക്യൂഷൻ ഓഫ് ദ ഇന്നസെന്റ്. അതായത് കേസുകളുടെയൊക്കെ ഒരു എന്താ പറയാ, അന്വേഷണത്തിന്റെ സമയത്താണെങ്കിലും പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തികളെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു സാഹചര്യത്തിന്റെ ഇതിൽ മൂലം ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയതാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല ആ ഒരു ക്രൈം ഒരുപക്ഷെ ചെയ്തു പോയത്, അബദ്ധവശാലൊക്കെ ചെയ്തു പോയ ക്രൈമുകൾ ഉണ്ടാവും. അപ്പം എല്ലാ ക്രൈമുകളും നമുക്ക് അത്തരത്തിൽ പറയാൻ പറ്റത്തില്ല, ചില കേസുകളിൽ. സോ അങ്ങനെയുള്ള കേസുകളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയും ഈ പറഞ്ഞ പോലെ ആ ലൈഫ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ ഡെത്ത് പെനാൽറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസസ് ഡസ് നോട്ട് കൺഫേം ദാറ്റ് ഡിഫറൻസ് വർക്ക്സ്, ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് എക്സിക്യൂഷൻ ഓഫ് ദർ ക്യാൻ ബി ആൻ എക്സിക്യൂഷൻ ഓഫ് ഇന്നസെന്റ് എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടാണ് ഡെത്ത് പെനാൽറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറയപ്പെടുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് ആണ് ഡെത്ത് പെനാൽറ്റി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു IPC CRPC അതെല്ലാം നമ്മൾ റിവൈസ് ചെയ്ത് പുതിയ പേരുകളിലേക്ക് ആക്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നു. എന്നാലും നമ്മൾ ഓർത്തിരിക്കണം, 1955 മുമ്പ് ശരിക്കും പറഞ്ഞാൽ പ്രയർ ടു CRPC 1955 ആണ്. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി വാസ് ദ റൂൾ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെന്റ് പോലെ നമുക്കിപ്പോൾ കോടതികൾ കൊടുക്കുന്ന ശിക്ഷാവിധികൾ, അതായത് ജീവപര്യന്തം തടവ് എന്നൊക്കെ പറയുന്ന പോലത്തെ ശിക്ഷാവിധികൾ 1955 മുമ്പ് ഇല്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട്, അല്ലെങ്കിൽ ഡയറക്ട്ലി എന്തിലേക്കാണ് പോയിരുന്നത്, ഡെത്ത് പെനാൽറ്റി തന്നെയായിരുന്നു അവാർഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ ഡെത്ത് പെനാൽറ്റി വാസ് എ റൂൾ അറ്റ് ദാറ്റ് ടൈംസ്, ആൻഡ് ലൈഫ് ഇംപ്രിസൺമെന്റ് ആസ് ആൻ എക്സംഷൻ ഇന്ത്യ. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്ന ഒരു എക്സംഷൻ മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അത് മാത്രമല്ല, ഇൻ കേസ് എങ്ങാനും ലൈഫ് ഇംപ്രിസൺമെന്റോ അതിൽ ലൈറ്റർ ആയിട്ടുള്ള പണിഷ്മെന്റ്സുകളോ കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, കോർട്ട് വാസ് ബൗണ്ട് ടു ഗീവ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ അവാർഡിങ്. അത്തരത്തിലുള്ള ലൈറ്റർ ക്രൈം പണിഷ്മെന്റ് കൊടുത്തതിന് എക്സ്പ്ലനേഷനും കോടതി ആ ഒരു സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദ അമെന്റ്മെന്റ് 1955 CRPCയുടെ അമെന്റ്മെന്റിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കോടതിക്ക് എയ്തർ ഡെത്ത് പെനാൽറ്റി ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് അങ്ങനെയുള്ള രീതിയിലേക്ക് ജഡ്ജ്മെന്റുകൾ വിധിക്കാനായിട്ട് സാധിച്ചിരുന്നത്. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ക്രൈമുകൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി മാത്രം കൊടുക്കാനായിട്ട് കോടതികൾക്ക് സാധിക്കുള്ളായിരുന്നു. സോ നൗ ആസ് പെർ ദ സെക്ഷൻ 354(3) ഓഫ് CRPC 1973, ദ കോർട്ട്സ് ആർ റിക്വയർഡ് ടു സ്റ്റേറ്റ് റീസൺസ് ഇൻ റൈറ്റിംഗ് ഫോർ അവാർഡിംഗ് ദ മാക്സിമം പെനാൽറ്റി. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പറയുവാണെങ്കിൽ CRPC 1973 പ്രകാരം കോടതി ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഡെത്ത് പെനാൽറ്റി കൊടുത്തു എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതും ഓർത്തിരിക്കുക. ദെൻ ഈ പറഞ്ഞ പോലെ നിലവിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഡെത്ത് പെനാൽറ്റിയെ കുറിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷൻ 121 പറയുന്നുണ്ട് വേജിംഗ് വാർ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതായത് ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ട് ഈ പറഞ്ഞ പോലെ വാറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ. ദെൻ സെക്ഷൻ 132 പറയുന്നുണ്ട് അബറ്റിംഗ് മ്യൂട്ടിനി അഗെയിൻസ്റ്റ് കമ്മിറ്റഡ് എന്നുള്ളൊരു പോയിന്റും. Then section 194 ഗീവിംഗ് ഓർ ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് അപ്പോൺ വിച്ച് ആൻ ഇന്നസെന്റ് പേഴ്സൺ സഫേഴ്സ് എ ഡെത്ത്, ആൻഡ് മർഡറിന്റെ കേസും പറയുന്നുണ്ട് സെക്ഷൻ 302. ഇത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ പോക്സോ കേസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോക്സോ കേസിനകത്ത് ഈ പറഞ്ഞ പോലെ റയറസ്റ്റ് ഓഫ് ദ റയർ കേസുകൾ പരിഗണിച്ചിട്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറഞ്ഞ രീതിയിൽ ഡെത്ത് പെനാൽറ്റി ഈ പറഞ്ഞ പോലെ കൺവിക്റ്റിനെതിരായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ജഡ്ജ്മെന്റ്സ് ആണ് ഈ ഒരു നമ്മുടെ ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് ജഡ്ജ്മെന്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ് ആണ് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1980 കേസാണ്. ഈ കേസിലാണ് കോടതി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റയറസ്റ്റ് ഓഫ് ദ റയർ കേസസ് എന്നുള്ളൊരു വാക്യം ബേസിക്കലി ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റ് ഓർത്തിരിക്കണം, ആ ഒരു കേസിൽ പക്ഷേ എന്തൊക്കെ ക്രൈമുകളാണ് ഈ റയറസ്റ്റ് ഓഫ് ദ റയർ കേസസ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളത് കോടതി പറഞ്ഞില്ല. പക്ഷേ ആ ഒരു വാക്യം കോടതി പറഞ്ഞത് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഓഫ് 1980 കേസിനകത്തായിരുന്നു. പിന്നീട് മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ്
പഞ്ചാബ് 1983 കേസിനകത്താണ് കോടതി റയറസ്റ്റ് ഓഫ് ദ റയർ കേസുകളിൽ ഏതൊക്കെ പരിധിക്കകത്താണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്തത്. വെൻ ദ മർഡർ ഈസ് കമ്മിറ്റഡ് ഇൻ ആൻ എക്സ്ട്രീംലി ബ്രൂട്ടൽ, റിഡിക്കുലസ്, ഡയബോളിറ്റിക്കൽ, റിവോൾട്ടിംഗ് ഓർ റിപ്രഹെൻസിബിൾ മാനർ സോ ആസ് ടു അവൈക്കൻ ഇന്റൻസ് ആൻഡ് എക്സ്ട്രീം ഇൻഡിജിനൈസേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, വെൻ ടോട്ടൽ ഡിപ്രവിറ്റി ആൻഡ് ക്രൂവൽറ്റി ആർ ദ മോട്ടീവ്സ് ബിഹൈൻഡ് എ മർഡർ എന്ന രീതിയിലേക്ക് ആ ഒരു റയറസ്റ്റ് ഓഫ് ദ റയർ കേസുകൾക്ക് ഒരു ഡെഫിനിഷൻ അനുസരിച്ച് കോടതി കൊടുത്തത് ഏത് കേസിലായിരുന്നു? മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഓഫ് 1983 കേസിനകത്തായിരുന്നു. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ കൃത്യമായിട്ടും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള ആർട്ടിക്കിൾ തന്നെയാണ് ബ്ലഡ് മാപ്പിംഗ് ഓഫ് ഇന്റേണൽ ഫീമെയിൽ മൈഗ്രേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും നമുക്ക് പഠിക്കാവുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇവിടെ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൈഗ്രേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്തുതരം മൈഗ്രേഷനെയാണ് മൈഗ്രേഷൻ? ഓക്കെ, മൈഗ്രേഷൻ അത് തന്നെ ഈ പറഞ്ഞ പോലെ ജെൻഡർ വൈസ്ഡ് മൈഗ്രേഷൻ ആണ്. ഫീമെയിൽ മൈഗ്രേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എൻ്റെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ സബ്ജക്റ്റിനകത്ത് സോഷ്യൽ ജസ്റ്റിസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും 4 രീതിയിലാകാം. ഓക്കെ, റൂറൽ ടു റൂറൽ ആകാം. ജനറലി നമ്മൾ റൂറൽ ഏരിയാസ് നിന്നും അർബനിലേക്ക് പോകുന്നതിന് മാത്രമാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയാറുള്ളത്. പക്ഷേ അത് ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ മാത്രമാണ്. ജനറലി റൂറൽ ടു റൂറൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് മറ്റൊരു ഗ്രാമപ്രദേശത്തേക്ക് പോകുന്നതിന് മൈഗ്രേഷൻ എന്ന് പറയും. ബട്ട് അത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് വിത്തിൻ ദ റൂറൽ ഏരിയാസ്. ഒരു റൂറൽ ഏരിയ നിന്ന് മറ്റൊരു റൂറൽ ഏരിയയിലേക്ക് പോകുന്നു. ഇനി റൂറൽ ടു അർബൻ ബേസിക്കലി വരാം, അതുപോലെ തന്നെ അർബൻ ടു അർബനും ബേസിക്കലി വരാം, ദെൻ അർബൻ ടു റൂറൽ. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് മൈഗ്രേഷൻ, ഈ ലാസ്റ്റ് അർബൻ ടു റൂറലിനെയാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പം മിക്കപ്പോഴും കാണുന്നുണ്ടല്ലോ നമ്മുടെ വലിയ വലിയ നഗരങ്ങളിൽ നിന്നും ആളുകൾ ഗ്രാമീണ മേഖലയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് ബിക്കോസ് ഓഫ് പൊല്യൂഷൻ ഇൻ ദ ബിഗ് സിറ്റീസിലെ പൊല്യൂഷൻ കാരണമൊക്കെ തന്നെ പലപ്പോഴും ആളുകൾ റൂറൽ ഏരിയസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിവേഴ്സ് മൈഗ്രേഷൻ. ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൂടുതലും ഈ റൂറൽ ടു റൂറലും അതേപോലെ റൂറൽ ടു അർബൻ ലെവൽ ഓഫ് മൈഗ്രേഷൻ ആണ്. ഇതിനകത്ത് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് കൂടുതൽ ഫീമെയിൽ ലെവൽ മൈഗ്രേഷൻ കൂടുതലായിട്ടും കാണുന്ന ഈ റൂറൽ ടു റൂറലിന്റെ കേസിനാണ്. അതിനകത്ത് മോസ്റ്റ് ഓഫ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. റൂറൽ ടു റൂറൽ ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് കൂടുതലായിട്ടും വരുന്ന മാരേജസിന്റെ കൺസെപ്റ്റിലൂടെയാണ്. കല്യാണം അല്ലെങ്കിൽ മാരേജസിലൂടെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് അവർ മാറി താമസിക്കാറുണ്ട്. അതൊരു ഫാക്ടറായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു, ഈ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു PLFS പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട്, നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് PLFS അഥവാ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട്. ഇതിനകത്താണ് നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2023 PLFS റിപ്പോർട്ടിനകത്താണ് ഒരു കാര്യം പ്രധാനമായിട്ടും പറയുന്നുണ്ടായിരുന്നു, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇന്ത്യയിൽ വർദ്ധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഈ വർഷം 37% സംതിങ്, കഴിഞ്ഞതിനേക്കാളും ഒരു 4% വർദ്ധിച്ച് 35+ ആ ഒരു പെർസെൻറ്റേജിലേക്ക് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉയർന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്, ഫീമെയിൽ മൈഗ്രേഷൻ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഫീമെയിൽസിനകത്ത് എത്ര പേർക്ക് നല്ലൊരു തൊഴിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ പ്രസന്റ് സാഹചര്യം എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എൻ്റയർലി ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ ബേസ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകളാണ് കൂടുതലായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് പ്രൊവിഷൻ ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വുമൺ എസ്പെഷ്യലി ഓഫ് വർക്കിംഗ് ഏജ് കംപ്രൈസ് എ ഗ്രേറ്റർ ഷെയർ ഓഫ് ഇന്ത്യസ് മൈഗ്രേഷൻ പൂൾ, ബട്ട് ദർ ഇസ് ലിറ്റിൽ ഡയലോഗ് ആൻഡ് ഫ്ലോഡ് ഡേറ്റ ഓൺ ദിസ് ഇമ്പോർട്ടന്റ് ഇഷ്യൂ. ആൻഡ് ലീഡിംഗ് PLFS ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിനകത്ത് ലീഡിംഗ് റീസൺ ഫോർ മൈഗ്രേഷൻ എമംഗ് വുമൺ ഈസ് മാരേജ്. 81% ആളുകളും മൈഗ്രേറ്റ് ചെയ്യുന്ന ഫീമെയിൽസിന്റെ ഇടയിൽ മൈഗ്രേഷൻ വരുന്ന എന്ത് മൂലമാണ്? മാരേജസ് മൂലമാണ്. 81% ആണ്. ആൻഡ് ദാറ്റ് ടു മോസ്റ്റ് ഓഫ് ഓൾ റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ ആണ്. ഫ്ലോഡ് ബൈ മൈഗ്രേഷൻ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, വീട്ടുകാരെ താമസം മാറുന്നതിന്റെ ഒരു രീതിയിൽ വെച്ചിട്ട് 10% സ്ത്രീകൾ മൈഗ്രേഷൻ വരുന്നുണ്ട്. എംപ്ലോയ്മെന്റിന്റെ പേരിൽ 2.42%, ദെൻ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിന്റെ പേരിൽ 0.48%. സ്റ്റിൽ ഗ്രേറ്റർ നമ്പർ തന്നെയാണ് ആ മാരേജസിന്റെ പോയിന്റ് ആണെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ഈ ഒരു കണക്കുകൾ നമുക്ക് പല സബ്ജക്റ്റിനകത്ത് ആവശ്യം വരും. സോഷ്യൽ ജസ്റ്റിസിനകത്തും സൊസൈറ്റി ആ ഒരു സബ്ജക്റ്റിനകത്തൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റ ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ആകെപ്പാടെ മാരേജ്, ഫാമിലി മെമ്പേഴ്സിന്റെ മൂവ്മെന്റ്, എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ഈ ഒരു 4 ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതല്ലാതെ വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി സെക്കൻഡറി റീസൺസ് ആയ ക്ലൈമറ്റ് ചേഞ്ച്, ഫുഡ് ഇൻസെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും പലപ്പോഴും ആളുകളെ റൂറൽ ഏരിയാസിൽ നിന്നും അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ നിന്നൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ആ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേക്കകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു ഫ്ലോ പോയിന്റ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ
ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകളിൽ തന്നെ 14% ആൾക്കാരും ചെന്നെത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ സെൽഫ് ആൻഡ് വേജ് എംപ്ലോയിഡ് ജോബ്സ് ആണ്. ജസ്റ്റ് ഈ പറഞ്ഞ പാർട്ട് ടൈം ജോബുകൾ, കാഷ്വൽ ലേബേഴ്സ് ഒക്കെ തന്നെയാണ് മിക്ക ആളുകളും ചെയ്യുന്നത്. പലപ്പോഴും ഒരു വർക്കിംഗ് കോൺട്രാക്ട് പോലും കണ്ടേക്കത്തില്ല. അതുകൊണ്ട് തന്നെ പല വ്യക്തികൾക്കും ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന പല സ്ത്രീകൾക്കും ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സുകൾ ഒന്നും കിട്ടാറില്ല എന്നുള്ള പോയിന്റും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകളിൽ 85% വുമണിനും ഈ പറഞ്ഞ പോലെ 10 വർഷത്തെ എഡ്യൂക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മേ ബി അപ് ടു 10th ലെവൽ, അങ്ങനെ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ മാത്രം വെച്ചുകൊണ്ടിട്ടാണ് പല ആളുകളും, ഇതിനകത്ത് 85% ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പുതിയ സ്ഥലങ്ങളിൽ എത്തുമ്പോഴേക്കും അവിടെ നല്ലൊരു ജോലി, ഇവർക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു ജോലി ഈ പറഞ്ഞ പോലെ കിട്ടാനായിട്ട് സാധിച്ചേക്കത്തില്ല എന്നുള്ളൊരു പോയിന്റും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്പർ ഫിഗേഴ്സ് മാത്രം, ഇവർ എത്ര പേര് മൈഗ്രേറ്റ് ചെയ്തു അങ്ങനെയുള്ള നമ്പർ ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിളത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇതിനകത്ത് പറയുന്നുണ്ട് ഈ 2001 മുതൽ 2011 വരെ 101% വർധനമാണ് ഫീമെയിൽ മൈഗ്രേഷനകത്ത് നമ്മുടെ രാജ്യത്ത് കണ്ടത്. പക്ഷേ ഈ ഒരു മൈഗ്രേഷൻ, ഇത്രയും 101% ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തതിനകത്ത് വളരെ നോമിനൽ പെർസെൻറ്റേജ് ആയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഒരു ഹ്യൂജ് എമൗണ്ട് ആളുകളും സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവർ കഴിയുന്നത്. അവർക്ക് നല്ലൊരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സോ നല്ലൊരു സാലറി ലെവലോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണ് മിക്ക ആളുകളും കഴിഞ്ഞു പോകുന്നത്. കൺസിക്വൻലി ദിസ് റിസൾട്ട്സ് ഇൻ അൺഅഡ്രസ്ഡ് സ്ട്രഗിൾസ് ആൻഡ് ലാക്ക് ഓഫ് ടാർഗറ്റഡ് പോളിസീസ്. അപ്പോൾ ഈ മേഖലയിൽ കൃത്യമായിട്ടും ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് വരണമെന്നും ഗവൺമെന്റ് കൃത്യമായിട്ടും ഇതിനകത്ത് സ്കീമുകളും പോളിസീസും കൊണ്ടുവന്ന് നമ്മുടെ ഈ പറഞ്ഞ സ്ത്രീകളുടെ ആണെങ്കിലും വർക്കിംഗ് എൻവയോൺമെന്റ് അവരുടെ മെച്ചപ്പെടുത്തണം എന്ന രീതിയിലേക്കും ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ, DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ, ഇന്ത്യക്ക് 2047 ആകുമ്പോഴേക്കും തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആകണം, 26 ബില്യൺ ട്രില്യൺ US ഡോളർ എക്കണോമി ആയിട്ട് മാറണം എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ മെയിൽ ആൾക്കാർ മാത്രം, ഐ മീൻ പുരുഷന്മാർ മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കത്തില്ല. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ലെവൽ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് കൃത്യമായിട്ട് മെൻഷർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്തു പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്